ആത്മീയമാമുണർവാലേ ദീപ്തമാക്കണേ. വചനം മഴയായി പെയ്യും, കൃപതൻ നിറവായൊഴുകും. വിടുതൽ നൽകുന്ന വചനം, അറിവിൻ്റെ പൊരുളാകും വചനം. സൗഖ്യമാ ജീവന. ആത്മീയ ഉണർവ്. മുംബൈ താബോർ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ നിന്നും പ്രാർത്ഥനാശംസകൾ. കർത്താവിൻ്റെ തിരുവചനം ഇന്ന് ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 26 മുതൽ 39 വരെയുള്ള വചനഭാഗമാണ് നമ്മൾ ധ്യാനിക്കുക. അവിടെ നമ്മൾ കണ്ടുമുട്ടുക ഒരു ചെറുപ്പക്കാരനെയാണ്. ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രത്യേകതകളുമായിട്ട് ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒത്തിരിയേറെ ജീവിതത്തിൻ്റെ നിയന്ത്രണം കൈവിട്ടുപോയ ഒരു മനുഷ്യൻ. ഒരുപക്ഷെ നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും ആ ചെറുപ്പക്കാരനെ തള്ളിക്കളഞ്ഞു. ഇനി അവൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകുമെന്ന്, ഇനി അവൻ്റെ ജീവിതത്തിൽ ഒരു രക്ഷയുണ്ടാകുമെന്ന് ആരും ഒരിക്കലും കരുതിയില്ല. എന്നാൽ യേശു ഒരു ദിവസം ആ ചെറുപ്പക്കാരനെ കണ്ടുമുട്ടിയതിന് ശേഷം ആ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന അത്ഭുതകരമായ മാറ്റങ്ങളാണ് ഈ വചനത്തിൽ നമ്മൾ കണ്ടുമുട്ടുക. സ്നേഹമുള്ളവരെ, ഈശോ ഒരിക്കൽ ഗരസേനരുടെ നാട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പിശാച് ബാധയുള്ള ഒരു ചെറുപ്പക്കാരനുമായിട്ട് കണ്ടുമുട്ടുവാൻ ഇടവന്നു. ആ ചെറുപ്പക്കാരനെ ഈശോ കണ്ടുമുട്ടുമ്പോൾ അവന് കുറേ പ്രത്യേകതകളുണ്ടായിരുന്നു. അവൻ തീർച്ചയായും ഒരു ബന്ധനാവസ്ഥയിലായിരുന്നു എന്നതിൻ്റെ എല്ലാ അടയാളങ്ങളും പ്രത്യേകതകളും അവനിലുണ്ടായിരുന്നു. ജീവിതത്തിൻ്റെ നിയന്ത്രണം സ്വന്തം കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരനെയാണ് യേശു കാണുന്നതും രക്ഷിക്കുന്നതും. സ്നേഹമുള്ളവരെ, ആ ചെറുപ്പക്കാരനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ കുറേ പ്രത്യേകതകൾ കടന്നു വന്നിരുന്നു. എപ്പോഴോ എവിടെയോ വച്ച് എന്തൊക്കെയോ ദുശീലങ്ങളിലും തകർച്ചകളിലും പെട്ട് അവൻ്റെ ജീവിതത്തിൻ്റെ നിയന്ത്രണം കൈവിട്ടു പോയി കഴിഞ്ഞപ്പോൾ അവൻ അറിഞ്ഞും അറിയാതെയും അവൻ്റെ ജീവിതത്തിലേക്ക് കുറേ പ്രത്യേകതകൾ കടന്നു വന്നു. ആ പ്രത്യേകതകളെ സംബന്ധിച്ചിടത്തോളം, മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് ഭയപ്പെടുത്തുന്ന, അസ്വസ്ഥപ്പെടുത്തുന്ന പ്രത്യേകതകളായിരുന്നു. പക്ഷേ അതൊന്നും അവൻ അറിയാതെ അവൻ ആ പ്രത്യേകതകളുമായിട്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് ഈശോ അവനെ കണ്ടുമുട്ടുന്നത്. സ്നേഹമുള്ളവരെ, ഈശോ അവനെ കണ്ടുമുട്ടുമ്പോൾ അവൻ്റെ ഒരു പ്രത്യേകത ഇതായിരുന്നു: അവൻ വീട്ടിൽ താമസിക്കുവാനുള്ള അവൻ്റെ ആഗ്രഹം നഷ്ടപ്പെട്ട് അവൻ ശവക്കല്ലറകളിലായിരുന്നു താമസിച്ചിരുന്നത്. എന്തുകൊണ്ട് ഈ മനുഷ്യൻ ശവക്കല്ലറയെ ഇത്രമാത്രം സ്നേഹിക്കുന്നു? എന്തുകൊണ്ട് വീട്ടിൽ താമസിക്കാനുള്ള ആഗ്രഹം അയാൾക്ക് നഷ്ടപ്പെട്ടു പോയി? ഒരുപക്ഷെ നമ്മളതേക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ശവക്കല്ലറ എന്ന് പറയുന്നത് മരിച്ചവരുടെ താമസ സ്ഥലമാണ്. അപ്പോൾ ഒരു വ്യക്തി മരിച്ചവരുടെ താമസ സ്ഥലത്ത് ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. കുടുംബം അല്ലെങ്കിൽ ഭവനം എന്നൊക്കെ പറയുന്നത് അത് ജീവിക്കുന്നവരുടെ താമസ സ്ഥലമാണ്. അപ്പോൾ വീട്ടിൽ ജീവിക്കുന്നവരുടെ കൂടെ താമസിക്കുവാൻ, ജീവനുള്ളവരുടെ കൂടെ താമസിക്കുവാനുള്ള ആഗ്രഹം നഷ്ടപ്പെട്ട് മരിച്ചവരുടെ കൂടെ താമസിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരനെയാണ് നമ്മളിവിടെ കണ്ടുമുട്ടുക. എന്തുകൊണ്ടാണ് ഈ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം? പല കാരണങ്ങൾ തീർച്ചയായിട്ടും അതിന് നമുക്ക് പറയാനുണ്ടാകാം. എങ്കിലും ചില ചിന്തകളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മോടാരോടെങ്കിലും ഒരു ദിവസം പോയി ഇങ്ങനെ ഒരു ശവക്കല്ലറയിലോ അതിൻ്റെ അരികിലോ പോയി താമസിക്കുക, കിടന്നുറങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മളാരും അതിന് സമ്മതിക്കുകയില്ല. അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം ചോദിച്ചാൽ പറയും, അച്ഛാ ഞങ്ങൾക്ക് ഭയമാകും, രാത്രി അവിടെ കിടന്നാലൊന്നും ഉറക്കം വരത്തില്ല എന്ന് നമ്മൾ പറയും. അപ്പോൾ സ്നേഹമുള്ളവരെ, എവിടെ നിന്നാണ് ഈ ഭയം വരുന്നത്? എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഭയം വരുന്നത്? ഭയം വരുന്നതിൻ്റെ കാരണം നമുക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ട് എന്നുള്ളതാണ്. ജീവിക്കാൻ ആഗ്രഹമുള്ളത് കൊണ്ടാണ് നമുക്ക് ഭയമുണ്ടാകുന്നത്. അപ്പോൾ സ്നേഹമുള്ളവരെ, അതുകൊണ്ടാണ് അവിടെ പോയി കിടന്നുറങ്ങാനോ അവിടെ താമസിക്കാനോ നമുക്ക് മടിയുള്ളത്. എന്നാൽ ഈ ചെറുപ്പക്കാരനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഇവന് ഏറെ നാളുകളായിട്ട് ഈ മരിച്ചവരുടെ കൂടെ താമസിക്കുന്നതിൽ യാതൊരു ഭയവുമില്ല, യാതൊരു അസ്വസ്ഥതയുമില്ല. അവിടെ താമസിക്കാനാണ് അവന് ഇഷ്ടം. എന്തുകൊണ്ടാണ് അവന് ഭയമില്ലാതെ പോയത്? എന്തുകൊണ്ടാണ് അവന് അസ്വസ്ഥതകളില്ലാതെ പോയത്? കാരണം
അവന് ഭയമില്ലാതെ പോയതിൻ്റെ കാരണം അവൻ്റെ ജീവിതത്തോടുള്ള ആഭിമുഖ്യം നഷ്ടപ്പെട്ടു പോയി, ജീവിതത്തോടുള്ള താല്പര്യം നഷ്ടപ്പെട്ടു പോയി. ഇനി ജീവിതത്തിൽ എന്തു സംഭവിച്ചാലും വിരോധമില്ല എന്ന് ചിന്തിക്കുന്ന വിധത്തിൽ അവൻ്റെ മനസ്സ് അത്രയും കടുത്ത നിരാശയിലായിരുന്നു. ഇനി ജീവിതത്തിൽ എന്തു സംഭവിച്ചാലും വിരോധമില്ല, അവിടെ പിശാച് വന്നാലും കുഴപ്പമില്ല, പ്രേതം വന്ന് പിടികൂടിയാലും കുഴപ്പമില്ല. അവൻ്റെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ച തകർച്ചകളേക്കാൾ വലിയതായ തകർച്ചകളൊന്നും ഇനി സംഭവിക്കാനില്ല എന്ന് ആ ചെറുപ്പക്കാരൻ കരുതിയത് കൊണ്ടാണ് ആ ചെറുപ്പക്കാരൻ ഇത്ര സ്വസ്ഥമായിട്ട് മരിച്ചവരുടെ കൂട്ടത്തിൽ താമസിച്ചിരുന്നത്. അപ്പോൾ സ്നേഹമുള്ളവരെ, ആ ചെറുപ്പക്കാരനെക്കുറിച്ച് നമ്മൾ പഠിച്ചാൽ ജീവിതത്തിൻ്റെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു പോയി, പ്രത്യാശയെല്ലാം നഷ്ടപ്പെട്ടു പോയി, കടുത്ത നിരാശയിൽ ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അതാണ് നമുക്കവിടെ കണ്ടെത്തുവാൻ സാധിക്കുക. ചിലപ്പോഴൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ സ്വന്തം വീട്ടിൽ നിന്ന് മാറിപ്പോകാനും വേറെ എവിടേക്ക് താമസിക്കാനൊക്കെ നമ്മുടെയും മനസ്സ് ആഗ്രഹിക്കാറുണ്ട്. പലപ്പോഴും പലരും അത് പറയാറുണ്ട്, ഈ വീട്ടിൽ നിന്ന് എവിടേക്കെങ്കിലുമൊക്കെ ഒന്ന് പോയാൽ മതിയായിരുന്നുവെന്ന് ആഗ്രഹിക്കുന്ന പലരും പല കുടുംബങ്ങളിൽ കഴിയുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഒരുപക്ഷെ നമ്മൾ ദാവീദിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ 55-ാം സങ്കീർത്തനം വായിച്ചാൽ അവിടെ 55-ാം സങ്കീർത്തനത്തിൻ്റെ 6, 7, 8 തിരുവചനങ്ങൾ വായിച്ചാൽ 55-ാം സങ്കീർത്തനം അതിൻ്റെ 6, 7, 8 തിരുവചനങ്ങളിൽ ദാവീദ് രാജാവ് ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്: ഞാൻ പറഞ്ഞു, പ്രാവിനെ പോലെ ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്നു പോയി വിശ്രമിക്കുമായിരുന്നു. ഞാൻ വിദൂരങ്ങളിൽ ചുറ്റിത്തിരിയുമായിരുന്നു, വിജനതയിൽ ഞാൻ വസിക്കുമായിരുന്നു. കൊടുങ്കാറ്റിൽ നിന്നും ചുഴലിക്കാറ്റിൽ നിന്നും ബന്ധപ്പെട്ടകന്ന് സങ്കേതം തേടുമായിരുന്നു. അപ്പോൾ ദാവീദ് രാജാവ് പോലും തൻ്റെ ജീവിതം ചില പ്രതിസന്ധികളിലൂടെ കടന്നു പോയപ്പോൾ, കുടുംബത്തിൽ സമാധാനമില്ലാതെ വന്നപ്പോൾ, മകൻ തനിക്കെതിരായപ്പോൾ ഈ ദാവീദ് രാജാവ്, ഈ അപ്പൻ പ്രാർത്ഥിക്കുകയാണ് ദൈവത്തോട്: ദൈവമേ, ഒരു പ്രാവിനെ പോലെ എനിക്ക് ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ കൊട്ടാരത്തിൽ നിന്ന്, ഈ പ്രിയപ്പെട്ടവരുടെ അരികിൽ നിന്ന് എവിടേക്കെങ്കിലും പറന്നു പോകുമായിരുന്നു, അവിടെ പോയി ഒരു വിശ്രമം കണ്ടെത്തുമായിരുന്നു. മനസ്സാഗ്രഹിക്കുക. ദാവീദ് രാജാവ് ഒരു കവിയായിരുന്നതുകൊണ്ട് അദ്ദേഹം കാവ്യഭാഷയിൽ ഇത് എഴുതി വച്ചിരിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളിൽ പല അമ്മച്ചിമാർക്കും ഈ കാവ്യഭാഷ അറിയാത്തത് കൊണ്ട് അവർ നല്ല പച്ചയായ ഭാഷയിൽ ഇങ്ങനെ പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ: ഈ വീട്ടിൽ നിന്ന് എവിടേക്കെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോയാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ ചിലരൊക്കെ പറയും, ഈ വീട്ടിൽ നിന്ന് ഏത് നരകത്തിലേക്ക് പോയാലും വിരോധമില്ല എന്ന് പറയും. വാസ്തവത്തിൽ ഒരുപക്ഷെ ദാവീദും അന്ന് ആഗ്രഹിച്ചത് തന്നെയാണ്. പക്ഷെ അദ്ദേഹം അതൊരു കാവ്യഭാഷയിൽ എഴുതി വച്ചിരിക്കുന്നു: ഒരു പ്രാവിനെ പോലെ ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്ന് വിദൂരങ്ങളിൽ പോയി വിശ്രമിക്കുമായിരുന്നു. കാരണം എനിക്കെൻ്റെ പ്രിയപ്പെട്ടവരുടെ കൂടെ കഴിഞ്ഞു മടുത്തു, എനിക്കെൻ്റെ മക്കളുടെ കൂടെ കഴിഞ്ഞു മടുത്തു. കാരണം സമാധാനം നഷ്ടപ്പെട്ടു പോയി, സന്തോഷം നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മുടെ മനസ്സും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്ന ഇടങ്ങൾ ഉപേക്ഷിച്ച് പോവുക, നമ്മളായിരിക്കുന്ന താമസ സ്ഥലം മാറുക, ഞാൻ ആയിരിക്കുന്ന വീട്ടിൽ നിന്ന് എവിടേക്കെങ്കിലും പോവുക. അങ്ങനെ എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സ് കൊതിക്കുന്നുണ്ടെങ്കിൽ അതൊരു സൂചനയാണ്. എന്തിൻ്റെ സൂചനയാണ്? ഒന്നുകിൽ ദൈവം എൻ്റെ കുടുംബത്തിൽ ഇടപെടേണ്ട എന്തൊക്കെയോ കാര്യങ്ങൾ എൻ്റെ കുടുംബത്തിലുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടേണ്ട എന്തൊക്കെയോ മേഖലകളുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ചിന്ത വരുന്നത്, എവിടേക്കെങ്കിലും പോകണമെന്നൊരു ചിന്ത വരുന്നത്. വാസ്തവത്തിൽ ഈ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിലും സംഭവിച്ചത് തന്നെയാണ്. അവൻ്റെ കുടുംബത്തിൽ ഒരുപക്ഷെ സമാധാനം ഇല്ലാതായി കാണാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബ സാഹചര്യങ്ങളിൽ എന്തെങ്കിലും പ്രതിസന്ധികളിൽ പെട്ട് കാണാം. അപ്പോൾ അദ്ദേഹത്തിന് വീട്ടിൽ നിന്ന് എവിടേക്കെങ്കിലും മാറിപ്പോകണമെന്ന ചിന്ത വളരെ ശക്തമായി വന്നു. അങ്ങനെ ആയിരിക്കാം അദ്ദേഹം അവിടെ എത്തിപ്പെട്ടത്. ഒരുപക്ഷെ നമ്മുടെ ജീവിതവും നമ്മുടെ മനസ്സും കടന്നു പോകുന്ന ചിന്തകളാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമതായിട്ട് ഈ ചെറുപ്പക്കാരൻ്റെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ രണ്ടാമതായിട്ട് ആ ചെറുപ്പക്കാരൻ്റെ ഒരു പ്രത്യേകത നമ്മൾ കാണുന്നത്, യേശുവിനെ കണ്ടുമുട്ടുമ്പോൾ, യേശുവുമായിട്ട് സംസാരിക്കുമ്പോൾ ഈ ചെറുപ്പക്കാരൻ യേശുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: നീ എന്തിനാണ് എൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെടുന്നത്? നീ എന്തിനാണ് എന്നെ പീഡിപ്പിക്കുന്നത്? നീ എന്നെ പീഡിപ്പിക്കരുത്. വാസ്തവത്തിൽ ഈശോയുടെ ഇടപെടലുകൾ, ഈശോയുടെ സംസാരം അതൊരു പീഡനമായിട്ട് ഈ ചെറുപ്പക്കാരൻ അനുഭവപ്പെടുകയാണ്. എന്നാൽ നമ്മൾ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഈശോ അങ്ങനെ ആ ചെറുപ്പക്കാരനെ പീഡിപ്പിക്കുന്നതൊന്നും നമ്മൾ അവിടെ വായിക്കുന്നില്ല. വാസ്തവത്തിൽ ഈശോ വളരെ സൗമ്യമായി ശാന്തമായിട്ട് ഇടപഴകുകയാണ്.
ഈശോയുടെ ശാന്തവും സൗമ്യമായ ഇടപെടലുകൾ പോലും ആ ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം അവനൊരു പീഡനമായിട്ട് അനുഭവപ്പെടുക, അസ്വസ്ഥതയായി മാറുക. എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ സംസാരിക്കുന്നത്? എന്തുകൊണ്ടാണ് യേശുവിൻ്റെ സാന്നിധ്യവും വാക്കുകളും അവനൊരു പീഡനമായി അനുഭവപ്പെടുന്നത്? അതേക്കുറിച്ച് നമുക്ക് മനസ്സിലാകാൻ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായം 20-ാം തിരുവചനം നമ്മൾ വായിച്ചാൽ നമുക്കൊരു ആത്മീയ രഹസ്യം അവിടെ വെളിപ്പെട്ട് കിട്ടും. മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 20-ാം തിരുവചനം. അവിടെ ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കും: എന്തെന്നാൽ യോഹന്നാൻ നീതിമാനും വിശുദ്ധനുമാണെന്ന് കണ്ട് ഹേറോദേസ് അയാളെ ഭയപ്പെട്ട് അയാൾക്ക് സംരക്ഷണം നൽകി പോന്നു. വചനം പഠിപ്പിക്കുകയാണ്, എന്തെന്നാൽ യോഹന്നാൻ നീതിമാനും വിശുദ്ധനുമാണെന്ന് കണ്ട് ഹേറോദേസ് അയാളെ ഭയപ്പെട്ട് അയാൾക്ക് സംരക്ഷണം നൽകി പോന്നു. സ്നേഹമുള്ളവരെ, ഈ വചനത്തെക്കുറിച്ച് നമ്മളൊന്ന് ആഴമായിട്ട് പഠിച്ചാൽ ഈ ഹേറോദേസ് ആരാണ്? യോഹന്നാൻ ആരാണ്? ഹെറോദേസ് ഒരു രാജാവാണ്, അല്ലെങ്കിൽ ഉന്നത പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയാണ്. യോഹന്നാൻ ആരാണ്? യോഹന്നാൻ ഒരു സാധാരണ മനുഷ്യനാണ്, ഒരു സാധാരണ പ്രവാചകനാണ്. എന്തുകൊണ്ട് ഇത്രയും അധികാരമുള്ള വ്യക്തി ഒരു സാധാരണക്കാരനെ ഭയപ്പെടുന്നു? അതിൻ്റെ കാരണം അവിടെ വചനത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. യോഹന്നാൻ എന്തെന്നാൽ യോഹന്നാൻ നീതിമാനും വിശുദ്ധനുമാണെന്ന് കണ്ട് ഹെറോദേസ് അയാളെ ഭയപ്പെട്ടു. സ്നേഹമുള്ളവരെ, എന്തുകൊണ്ടാണ് മറ്റുള്ളവരുടെ ജീവിതത്തിലെ, മറ്റൊരാളുടെ ജീവിതത്തിലെ വിശുദ്ധിയും മറ്റൊരാളുടെ ജീവിതത്തിലെ നീതിയും ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഭയമുണ്ടാക്കുന്നത്? എന്താണ് അതിൻ്റെ കാരണം? മറ്റൊരാളുടെ ജീവിതത്തിൻ്റെ നീതിയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വിശുദ്ധിയും ഈ വ്യക്തിയിൽ എന്തുകൊണ്ടാണ് ഭയമുണ്ടാക്കുന്നത്? അതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഹെറോദേസിൻ്റെ ജീവിതത്തിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് ജീവിതത്തിൻ്റെ വിശുദ്ധിയും ന്യായമല്ലാത്ത കുറേ കാര്യങ്ങളോട് കൂട്ടിച്ചേർന്ന് നീതിയും നഷ്ടപ്പെട്ടു പോയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് എന്ന് അദ്ദേഹത്തിന് വിശുദ്ധി നഷ്ടപ്പെട്ടു പോയി, എന്ന് ന്യായമല്ലാത്ത കാര്യങ്ങളുമായിട്ട് അദ്ദേഹം മുമ്പോട്ട് പോയി, അന്ന് മുതൽ അദ്ദേഹം ഭയമുള്ള വ്യക്തിയായി മാറി. അതുകൊണ്ട് വചനത്തിൽ പറയുകയാണ്, അദ്ദേഹം യോഹന്നാനെ ഭയപ്പെട്ടു. വേറൊരു കാരണവുമില്ല. കാരണം ഇതാണ്: യോഹന്നാൻ നീതിമാനായതുകൊണ്ട്, യോഹന്നാൻ വിശുദ്ധനായതുകൊണ്ട് യോഹന്നാനെ ഭയപ്പെട്ടു എന്നാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ സ്നേഹമുള്ളവരെ, ഒരു വലിയ ആത്മീയ രഹസ്യം ഈ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ആ വലിയ രഹസ്യം ഇതാണ്: എപ്പോഴെങ്കിലും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് ജീവിത വിശുദ്ധി ചോർന്നു പോകുമ്പോൾ, എപ്പോഴെങ്കിലും ഒരു വ്യക്തി ന്യായമല്ലാത്ത കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുകയും അപ്രകാരം ജീവിക്കുകയും ചെയ്യുമ്പോൾ ആ വ്യക്തി ഭയമുള്ള വ്യക്തിയായി മാറുന്നു. ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഭയം കടന്നു വരുന്നു. ഹെറോദേസിൻ്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത്? സഹോദരൻ്റെ ഭാര്യയെ ന്യായമല്ലാത്ത വിധത്തിൽ കൂടെ നിർത്തി താമസിച്ചു, അതോടൊപ്പം അവളെ സ്വന്തമാക്കി. സ്നേഹമുള്ളവരെ, അത് അദ്ദേഹത്തിൻ്റെ വിശുദ്ധിക്ക് യോജിക്കാത്തതായിരുന്നു, അത് അദ്ദേഹത്തിൻ്റെ നീതിക്ക് യോജിക്കാത്തതായിരുന്നു. അങ്ങനൊരു പ്രവൃത്തി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതുകൊണ്ട് വേറൊരു നീതിയുള്ള മനുഷ്യനെ കാണുമ്പോൾ, വേറെ ഒരു വിശുദ്ധിയുള്ള വ്യക്തിയെ കാണുമ്പോൾ അദ്ദേഹം ഭയമുള്ള വ്യക്തിയായി മാറി. സ്നേഹമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ സ്വാധീനിക്കുന്ന വലിയൊരു ആത്മീയ രഹസ്യമാണത്. പലപ്പോഴും നമ്മൾ പലരെയും കണ്ടുമുട്ടും, ഒരു കാരണവുമില്ലാതെ ഭയപ്പെടുന്ന അനേകരെ നമ്മൾ കണ്ടുമുട്ടും. പലരും പറയും ഭയമാണെന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഈ ഭയത്തിൻ്റെയൊക്കെ ഒരു മേഖല ഇതാണ്: ജീവിതത്തിൽ എപ്പോഴെങ്കിലും, നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും വിശുദ്ധിക്ക് ചേരാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ, എപ്പോഴെങ്കിലും ന്യായമല്ലാത്ത കാര്യങ്ങൾക്ക് നമ്മൾ കൂട്ടുനിൽക്കുമ്പോൾ നമ്മുടെ മനസ്സാക്ഷി അറിയാതെ ഭയമുള്ള വ്യക്തിയാക്കി നമ്മളെ മാറ്റും. അതാണ് ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. സ്നേഹമുള്ളവർ, ഇവിടെ ഈ മനുഷ്യൻ യേശുവിനെ കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് അസ്വസ്ഥതയുണ്ടാകാനും ഭയമുണ്ടാകാനും അത് പീഡനം പോലെ അനുഭവപ്പെടാനും കാരണം ഇതാണ്: ലോകം കണ്ട ഏറ്റവും വലിയ വിശുദ്ധനായ മനുഷ്യൻ്റെ മുമ്പിലാണ് ഈ മനുഷ്യൻ നിൽക്കുന്നത്. ലോകം കണ്ട ഏറ്റവും നീതിയുള്ള വ്യക്തിയുടെ മുമ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ ജീവിതത്തിൽ വിശുദ്ധി നഷ്ടപ്പെട്ട, നീതി നഷ്ടപ്പെട്ട ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സാന്നിധ്യം
യേശുവിൻ്റെ സാന്നിധ്യം ആ ചെറുപ്പക്കാരന് ഭയവും അസ്വസ്ഥതയും ഉണ്ടാക്കാൻ തുടങ്ങി. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത. സ്നേഹമുള്ളവരെ, എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ പ്രത്യേകത? മൂന്നാമത്തെ പ്രത്യേകത സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്ന എങ്ങനെയാണ്? ചില സമയങ്ങളിലൊക്കെ അവനെ ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ചിടും. കാരണം ഇവൻ അലറി വിളിച്ച് ബഹളമുണ്ടാക്കി മറ്റുള്ളവരെ ശല്യപ്പെടുത്തുമായിരുന്നു. അപ്പം ജീവിതത്തിൻ്റെ ശാന്തത അവന് നഷ്ടപ്പെട്ടു പോയി. ജീവിതത്തിൻ്റെ ശാന്തത നഷ്ടപ്പെട്ടു പോയ ഒരു ചെറുപ്പക്കാരൻ എപ്പോഴോ എവിടെയോ വെച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ശാന്തത നഷ്ടപ്പെട്ടു പോയി. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കാനിടയുള്ളൊരു മേഖലയാണ് ജീവിതത്തിൻ്റെ ശാന്തത നഷ്ടപ്പെട്ടു പോവുക, അലറി വിളിക്കുന്ന സ്വഭാവമുള്ളവരായി നമ്മൾ മാറുക. ഒരിക്കലും ഒരമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, ആ അമ്മ അവരുടെ മകളെ ഒരു കാര്യത്തിന് ഉപദേശിച്ചു. ആ മകൾ ഒരു തെറ്റിലൂടെ കടന്നു പോവുകയാണ്. ആ അമ്മ അതേക്കുറിച്ചൊന്ന് അന്വേഷിച്ചു അവളോട്. പക്ഷെ പെട്ടെന്ന് അവൾക്ക് ദേഷ്യം വന്നു. അവൾ അടുക്കളയിൽ കയറി അവിടെ അലമാരയിൽ സൂക്ഷിച്ചു വച്ചിരുന്ന കുറേ വസ്തിപാത്രങ്ങൾ താഴെ എറിഞ്ഞ് തല്ലി തകർത്ത് പൊട്ടിച്ച് കളഞ്ഞു, എറിഞ്ഞ് തകർത്ത് കളഞ്ഞു. അമ്മ ഭയന്നു പോയി. അമ്മ ഒരിക്കലും ഈ മകളിൽ നിന്ന് അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് ഈ മകൾ അകത്ത് കയറി കിടന്ന് കുറേ നേരം കരഞ്ഞു. അതിനുശേഷം കുറേ നേരം കരഞ്ഞ് അമ്മയോട് പറഞ്ഞു, അമ്മേ സോറി. പക്ഷേ ഈ അമ്മയുടെ മനസ്സിൽ അതൊരു അസ്വസ്ഥതയായി മാറി. അമ്മയോട് മകൾ സോറി പറഞ്ഞെങ്കിലും അമ്മയുടെ മനസ്സിൽ അതൊരു അസ്വസ്ഥതയായി മാറി. അമ്മ പിന്നീട് ഒരു ദിവസം എന്നെ കണ്ടപ്പോൾ ഈ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ആ അമ്മ എന്നോട് പറഞ്ഞ കാര്യം ഇതാണ്, അച്ഛാ, എൻ്റെ മകൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, എൻ്റെ കുട്ടിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, അവളുടെ ശാന്തതയെല്ലാം നഷ്ടപ്പെട്ടു പോയി. എൻ്റെ കുട്ടി അങ്ങനെ ആയിരുന്നില്ല, എൻ്റെ കുട്ടിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, അവളുടെ ശാന്തതയെല്ലാം നഷ്ടപ്പെട്ടു പോയി. അവൾ പെട്ടെന്ന് ഇന്ന് ദേഷ്യപ്പെടുന്നു, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അവൾ അലറി വിളിക്കുന്നു, അവൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. വാസ്തവത്തിൽ ആ അമ്മയുടെ നിഗമനം സത്യമാണ്. ജീവിതത്തിൽ എന്തൊക്കെയോ സംഭവിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഒരു വ്യക്തിയുടെ ശാന്തത നഷ്ടപ്പെട്ടു പോകുന്നത്. ചിലപ്പോൾ ചില മക്കൾ വന്ന് സങ്കടം പറയും, അച്ഛാ, ഞങ്ങളുടെ അമ്മ ഇങ്ങനെ ആയിരുന്നില്ല, ഞങ്ങളുടെ അമ്മയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, അമ്മ ഇപ്പോൾ തൊട്ടതിനും പിടിച്ചതിനൊക്കെ ബഹളമുണ്ടാക്കുന്നു, അലറി വിളിക്കുന്നു, ഞങ്ങളുടെ അമ്മയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. ചിലപ്പോൾ കുട്ടികൾ വന്ന് പറയും, ഞങ്ങളുടെ അപ്പന് എന്തോ പറ്റിയിട്ടുണ്ട്, ഞങ്ങളുടെ അപ്പൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, നല്ല സ്നേഹമുള്ള വ്യക്തിയായിരുന്നു, പക്ഷേ ഇപ്പോൾ അലറി വിളിക്കുകയും ബഹളമുണ്ടാക്കുകയും തൊട്ടതിനും പിടിച്ചതിനൊക്കെ പ്രശ്നമുണ്ടാക്കുകയും ചെയ്യുന്നു, ഞങ്ങളുടെ അപ്പച്ചന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. മക്കൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ, ജീവിത പങ്കാളി അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നമ്മളത് വെറുതെ തള്ളിക്കളയരുത്. ജീവിതത്തിൽ എന്തൊക്കെയോ സംഭവിച്ചതിൻ്റെ അടയാളമാണ് ജീവിതത്തിൻ്റെ ശാന്തത നഷ്ടപ്പെട്ടു പോവുക. അപ്പോൾ സ്നേഹമുള്ളവരെ, ഇവിടെ ഈ ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ശാന്തത നഷ്ടപ്പെട്ടു പോയി. അവൻ അലറി വിളിക്കുന്ന സ്വഭാവമുള്ളവനായി മാറി. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും കുടുംബത്തിലുമൊക്കെ ചിലപ്പോൾ നമ്മുടെയും മനസ്സിൻ്റെ ശാന്തത നഷ്ടപ്പെട്ടു പോയി പെട്ടെന്ന് കോപിക്കുന്നവരും അലറി വിളിക്കുന്നവരുമായിട്ട് നമ്മൾ മാറാനിടയുണ്ട്. നാലാമത്തെ ഒരു പ്രത്യേകത ആ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ കാണുന്നതാണ്, ആ ചെറുപ്പക്കാരൻ കുറേ നാളുകളായിട്ട് വസ്ത്രം ധരിക്കാറില്ല. അവൻ വസ്ത്രം ധരിക്കുന്നില്ല. അവൻ തിരിച്ച് ചിന്തിച്ചു തുടങ്ങി. അവൻ്റെ ചിന്തകൾ മാറി. ആ ചെറുപ്പക്കാരൻ ഇപ്പോൾ ഇങ്ങനെയാണ് ചിന്തിക്കുന്നു, വസ്ത്രം ധരിക്കാതെ നടന്നാൽ എന്താ കുഴപ്പം? എല്ലാവരും വസ്ത്രം ധരിച്ച് നടക്കുന്നു, വസ്ത്രം ധരിക്കാതെ നടന്നാൽ എന്താ കുഴപ്പം? അവൻ തിരിച്ചു ചിന്തിക്കാൻ തുടങ്ങി. ഇന്നത്തെ ലോകത്തിൽ അങ്ങനെ കുറേ ആളുകളുണ്ട്, തിരിച്ച് ചിന്തിക്കുന്നവർ. ഇപ്പോൾ ഞങ്ങൾ ഈ കാര്യം ചെയ്താൽ എന്താ കുഴപ്പം? ഞങ്ങളിത് കണ്ടാൽ എന്താ കുഴപ്പം? ഞങ്ങളിത് കേട്ടാൽ എന്താ കുഴപ്പം? അങ്ങനെ തിരിച്ച് ചിന്തിക്കാൻ തുടങ്ങിയ അനേകർ ഈ ലോകത്തിലുണ്ട്. ഒരുപക്ഷെ ജീവിതത്തിൻ്റെ നിയന്ത്രണം അറിയാതെ കൈവിട്ടു പോകുന്നതിൻ്റെ അടയാളമാണ് തിരിച്ചു ചിന്തിക്കാൻ തുടങ്ങുന്നത്. ഒരിക്കൽ ഒരു പെൺകുട്ടി അത്യാവശ്യം വസ്ത്രങ്ങളുമൊന്നുമില്ലാതെ അഭിനയിച്ചതിനെ പ്രതി വേറൊരാൾ അതേക്കുറിച്ച് ഒരാക്ഷേപം ഉന്നയിച്ചപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞത് ഇങ്ങനെയാണ്, ദൈവം സൗന്ദര്യം നൽകിയിരിക്കുന്നത് അത് ആസ്വദിക്കാനാണ്, അത് മറ്റുള്ളവരെ കാണിക്കാനാണ്, ഞാനത് ചെയ്യുന്നതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ സ്നേഹമുള്ളവരെ, ഇങ്ങനെ തിരിച്ചു ചിന്തിച്ചു തുടങ്ങുന്ന ആളുകൾ ധാരാളമുണ്ട്. ഞങ്ങൾ ഇങ്ങനെ ചെയ്താൽ എന്താ കുഴപ്പം? എല്ലാവരും അങ്ങനെ കാണുന്നുണ്ട്, ഞങ്ങളിപ്പോൾ ഇത് കണ്ടാൽ എന്താ കുഴപ്പം? ഞങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പ്രവർത്തിച്ചാൽ എന്താ കുഴപ്പം? എന്ന് ഞാനിങ്ങനെ പറഞ്ഞാൽ എന്താ കുഴപ്പം? അല്ലെങ്കിൽ ഞാനിങ്ങനെ ജീവിച്ചാൽ എന്താ കുഴപ്പം എന്ന് തിരിച്ചു ചിന്തിക്കുന്ന അനേകരുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വന്നാൽ നമുക്ക് മനസ്സിലാകുന്നൊരു വലിയ സത്യമുണ്ട്. നമ്മുടെയൊക്കെ കുഞ്ഞുനാളിൽ, കുട്ടിക്കാലത്ത് ഒത്തിരിയേറെ നിഷ്കളങ്കതയൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന നാളുകളിൽ ഒത്തിരി നിഷ്കളങ്കതയോടുകൂടെ നമ്മുടെ നാട്ടിൽ ജീവിക്കുമ്പോൾ ചിലപ്പോൾ കുടിച്ച് ലക്കുകെട്ട് വസ്ത്രങ്ങളില്ലാതെയൊക്കെ കിടക്കുന്ന ചില വ്യക്തികളെ കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ മനസ്സിൽ ചോദിച്ചിട്ടുണ്ട്, ദൈവമേ, എങ്ങനെയാ ചേട്ടൻ ഇങ്ങനെയൊക്കെ കിടക്കാൻ സാധിക്കുന്നത്?
ചിലപ്പോൾ ചില ചേച്ചിമാരൊക്കെ അത്യാവശ്യം വസ്ത്രങ്ങളില്ലാതെയൊക്കെയുള്ള ചില ഫോട്ടോസൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ കുഞ്ഞു മനസ്സിൽ നമ്മൾ ചിന്തിക്കും, ദൈവമേ എങ്ങനെയാണ് അവർക്ക് ഇങ്ങനെയൊക്കെ നിൽക്കാനും അഭിനയിക്കാനൊക്കെ സാധിക്കുന്നത്? അപ്പോൾ കുഞ്ഞുനാളിൽ നിഷ്കളങ്കതയോടുകൂടെ നമ്മൾ ചോദിച്ചിരുന്ന ചില ചോദ്യങ്ങളുണ്ട്. അവർക്ക് എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്? അവർക്ക് എങ്ങനെയാണ് ലജ്ജയില്ലാതെ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാനും പറയാനും സാധിക്കുന്നു? കുഞ്ഞുനാളിൽ നമ്മൾ അതിശയിച്ചിട്ടുണ്ട്. പക്ഷേ കുഞ്ഞുനാളിൽ നമ്മൾ അതിശയിച്ചിരുന്ന പല കാര്യങ്ങളും ഏറെ നാളുകൾ കഴിഞ്ഞപ്പോൾ, വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ ജീവിതങ്ങളെ നോക്കി അതിശയിച്ച പല കാര്യങ്ങളും, മറ്റുള്ളവരുടെ ജീവിതങ്ങളെ നോക്കി ലജ്ജാകരമെന്ന് നമ്മൾ കരുതിയിരുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗങ്ങളായി മാറി എന്നുള്ളതാണ് വലിയ സത്യം. ഒരു കാലത്ത് മറ്റുള്ളവർക്ക് എങ്ങനെ ഇത് സാധിക്കുന്നു, ഇതെങ്ങനെ കാണാൻ സാധിക്കുന്നു, കേൾക്കാൻ സാധിക്കുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിരുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗങ്ങളായി മാറി എന്നുള്ളതാണ് വലിയ സത്യം. അപ്പോൾ സ്നേഹമുള്ളവരെ, ലജ്ജാകരമെന്ന് നമ്മൾ കരുതിയിരുന്ന പല കാര്യങ്ങളിലും ഒരു ലജ്ജയും കൂടാതെ മുഴുകുന്ന അവസ്ഥ പലരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവ് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു വലിയ സത്യമുണ്ട്. നീ തിരിച്ചു ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ എന്ന് ആത്മശോധന ചെയ്യുന്നത് നല്ലതാണ്. വാസ്തവത്തിൽ ഈ ചെറുപ്പക്കാരൻ തിരിച്ചു ചിന്തിക്കാൻ തുടങ്ങി. അതിൻ്റെ അടയാളമായിരുന്നു അയാൾ വസ്ത്രങ്ങളില്ലാതെ, വസ്ത്രം ധരിക്കാതെ ജീവിച്ച്. സ്നേഹമുള്ളവർ, ഇത്രയും പ്രത്യേകതകളുള്ള ഒരു മനുഷ്യൻ മരിച്ചവരുടെ കൂടെ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നു, അലറി വിളിച്ച് നടക്കുന്നു, ജീവിതത്തിൻ്റെ ശാന്തത നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ, ദൈവത്തിൻ്റെ സാന്നിധ്യം, വിശുദ്ധരുടെ സാന്നിധ്യം അസ്വസ്ഥ ജനിപ്പിക്കുന്ന ഒരു മനുഷ്യൻ, അതോടൊപ്പം ഇങ്ങനെ വസ്ത്രം ധരിക്കാതെ നടക്കുന്ന ഈ മനുഷ്യനാണ് കർത്താവിൻ്റെ അരികിൽ വരുന്നത്, അല്ലെങ്കിൽ ഈ മനുഷ്യൻ്റെ അരികിലേക്കാണ് കർത്താവ് വരുന്നത്. സ്നേഹമുള്ളവരെ, കർത്താവ് ആ വ്യക്തിയുമായിട്ട് സംസാരിക്കുകയാണ്. ഈശോ അവൻ്റെ ജീവിതത്തിൽ ഇടപെടുകയാണ്. ഈശോ അവൻ്റെ ജീവിതത്തിൽ ഇടപെട്ട് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ വചനത്തിൽ വായിക്കുകയാണ്, അവന് സുബോധമുണ്ടായി, അവൻ വസ്ത്രം ധരിച്ചു, അവൻ യേശുവിൻ്റെ കാൽക്കലിരുന്ന് യേശു പറയുന്ന കാര്യങ്ങളെല്ലാം സന്തോഷത്തോടെ കേട്ടു. അവൻ യേശുവിനോട് ചോദിച്ചു, യേശുവേ നീ പോകുന്ന ഇടങ്ങളിലെല്ലാം ഞാനും വരട്ടെ, നീ എന്നെ കൊണ്ടുപോകുമോ? സ്നേഹമുള്ളവരെ, അവൻ അടിമത്തത്തിൽ നിന്ന് മോചിതനായി അവൻ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വന്നു, രക്ഷയിലേക്ക് കടന്നു വന്നു. അപ്പോൾ അവന് സുബോധമുണ്ടായപ്പോൾ അവൻ വസ്ത്രം ധരിച്ചു. അവൻ സുബോധത്തോടുകൂടെ വസ്ത്രം ധരിച്ചു കഴിഞ്ഞപ്പോൾ അവന് വചനത്തിൻ്റെ, ദൈവത്തിൻ്റെ വില തിരിച്ചറിഞ്ഞു. അവൻ യേശുവിനോട് ചോദിക്കുക, നീ പോകുന്ന ഇടങ്ങളിലൊക്കെ എന്നെയും കൊണ്ടുപോകുമോ? സ്നേഹമുള്ളവരെ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുമ്പോൾ ഉണ്ടാകുന്ന അത്ഭുതകരമായ മാറ്റമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഈ സുവിശേഷ ഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈശോ എന്താണ് നമുക്ക് പറഞ്ഞു തരുന്നത്? ഈ വ്യക്തിയുടെ കുറേ പ്രത്യേകതകളും അവൻ അധപതിച്ച കാര്യങ്ങളും അതൊന്നും പഠിപ്പിക്കാനല്ല ഈശോ ഈ സംഭവമൊന്നും നമ്മോട് പറയുന്നത്. വാസ്തവത്തിൽ ഈശോ നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ സത്യം ഇതാണ്: ഈ ചെറുപ്പക്കാരനോളം അധപതിച്ചു പോയാലും, ഈ ചെറുപ്പക്കാരനോളം നശിച്ചു പോയാലും നീ നിരാശപ്പെടണ്ട. ആരും ഇനി നിന്നെ രക്ഷിക്കാനില്ല എന്ന് നീ കരുതരുത്. നിനക്കിനിയും രക്ഷപ്പെടാനാകില്ല എന്ന് നീ കരുതരുത്. ഈ ചെറുപ്പക്കാരനോളം നീ തകർന്നാലും നിന്നെ രക്ഷിക്കാൻ കഴിവുള്ള യേശു ഇന്നും ജീവിക്കുന്നു. അതാണ് ഈശോ നമുക്ക് പറഞ്ഞു തരുന്ന വലിയൊരു സത്യം. സ്നേഹമുള്ളവർ, ഈ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചാൽ അവൻ്റെ വീട്ടിൽ താമസിക്കുവാൻ ഇഷ്ടപ്പെടാത്ത വിധത്തിൽ ശവക്കല്ലറകളെ അതേക്കാൾ കൂടുതൽ സ്നേഹിച്ച ഈ മനുഷ്യനോളം നമ്മുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല. അവനെ രക്ഷിച്ച ഈശോയ്ക്ക് നമ്മുടെ കുടുംബത്തെ രക്ഷിക്കാൻ സാധിക്കും, കുടുംബത്തിലേക്ക് സമാധാനം കൊണ്ടുവരാൻ സാധിക്കും. സ്നേഹമുള്ളവരെ, വസ്ത്രം ധരിക്കാതെ നടന്നിരുന്ന ഈ മനുഷ്യനോളം ലജ്ജാകരമായ കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെട്ടിട്ടുണ്ടാകില്ല. അവനെ രക്ഷിച്ച യേശുവിന് എന്നെയും രക്ഷിക്കുവാൻ സാധിക്കും. സ്നേഹമുള്ളവരെ, അലറി വിളിച്ച് മറ്റുള്ളവരെ ഭയപ്പെടുത്തിയിരുന്ന ഈ മനുഷ്യനോളം നമ്മുടെ ശാന്തത നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവുകയില്ല. അവനെ രക്ഷിച്ച ഈശോയ്ക്ക് നമ്മൾ രക്ഷിക്കാൻ സാധിക്കും. ഈശോയുടെ വാക്കും സാന്നിധ്യവും അസ്വസ്ഥതയായി അനുഭവപ്പെട്ട അവനോളം നമുക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം അസ്വസ്ഥതയായി മാറിയിട്ടുണ്ടാവുകയില്ല. അവനെ രക്ഷിച്ച യേശുവിന് നിന്നെ രക്ഷിക്കാൻ സാധിക്കും. സ്നേഹമുള്ളവരെ, ഈ വചനഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈശോ നമുക്ക് തരുന്ന വലിയ സന്ദേശം ഇതാണ്: നീ എത്ര തകർന്നാലും, നീ എത്ര അധപതിച്ചാലും, ഈ ലോകത്തിലുള്ളവർ നിനക്കിനി രക്ഷയില്ല എന്ന് പറഞ്ഞാലും നിന്നെ രക്ഷിക്കാൻ കഴിവുള്ള കർത്താവായ യേശു ഇന്നും ജീവിക്കുന്നു. അവനെ വിളിച്ചാൽ നിനക്ക് രക്ഷയുണ്ട്. ഏത് അടിമത്തത്തിൽ നിന്നും, ഏത് അധപതനത്തിൽ നിന്നും നിന്നെ കരകയറ്റാൻ അവന് സാധിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അല്പസമയം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, ജീവിതത്തിൻ്റെ നിയന്ത്രണം സ്വന്തം കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഒരു ചെറുപ്പക്കാരൻ
അതിൻ്റെ പ്രത്യേകതകളുമായിട്ട് അവൻ ഒറ്റപ്പെട്ട് കഴിയുമ്പോൾ ഈശോ അവനെ കണ്ടുമുട്ടുകയാണ്. സ്നേഹമുള്ളവരെ, അവൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിലേക്ക് ഈശോ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ അവൻ സുബോധമുള്ളവനായി, അവൻ വസ്ത്രം ധരിച്ചു, കുടുംബത്തിൽ പോകാൻ ആഗ്രഹിച്ചു. അവൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം വന്നു. അതെ, ഈശോ നമ്മുടെയും ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ, സമാനമായ പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, സ്നേഹമുള്ളവരെ, ഈശോ ഈ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ നമ്മെ ശാന്തതയുള്ളവരാക്കി മാറ്റാനും കുടുംബത്തെ സ്നേഹിക്കുന്നവരാക്കി മാറ്റാനും ലജ്ജാകരമായ കാര്യങ്ങളിൽ അകന്നു നിൽക്കുന്നവരാക്കി മാറ്റാനും ശാന്തതയോടെ പ്രവർത്തിക്കുന്നവരാക്കി മാറ്റാനും കർത്താവായ യേശുവിന് സാധിക്കും. അതിനുവേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. മുംബൈ താബോർ ധ്യാന കേന്ദ്രം ഒരുക്കുന്ന ഈ ഉണർവ് ശുശ്രൂഷയിൽ പങ്കുചേർന്ന നിങ്ങൾ ഓരോരുത്തരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആത്മാവേ വേഗം വരണേ, പരിശുദ്ധാത്മാവേ എന്നിൽ വരണേ. പരിശുദ്ധാത്മാവേ വേഗം വരണേ, പരിശുദ്ധാത്മാവേ എന്നിൽ വരണേ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു.